അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാൻ എന്ന് പറഞ്ഞാൽ ദുആകളെ കൊണ്ടും ദിക്റുകളെ കൊണ്ടും ഇബാദത്തുകളെ കൊണ്ടും അധികരിപ്പിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട, ആവശ്യങ്ങൾ തേടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അള്ളാഹു തആല തന്നെ പറയുന്നുണ്ടല്ലോ, ഫഹൽ മിൻ സായിരിൻ ഫഉതിയഹു, എന്നോട് ആരാണ് ചോദിക്കുക, ആ ചോദിക്കുന്ന വ്യക്തിയോട് അവൻ്റെ എല്ലാ കാര്യങ്ങൾ ദുന്യവിയായ ഉഖ്റവിയായ ആഖിറവുമായി ബന്ധപ്പെട്ട, ദുനിയാവുമായി ബന്ധപ്പെട്ട, അവൻ്റെ ജീവിതമായി ബന്ധപ്പെട്ട എന്തും എന്നോട് ചോദിച്ചാലും അവന് ഞാൻ ഉത്തരം നൽകുമെന്ന് അള്ളാഹു തന്നെ പറഞ്ഞതായിട്ട് നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പരിശുദ്ധമായ ഈ റമദാൻ കടന്നു വരുന്ന സമയത്ത് ഓരോ ദിവസവും വ്യത്യസ്തമായ ദുആകൾ, ഒരുപാട് മഹത്വമുള്ള ദുആകൾ വെവ്വേറെയായി തന്നെ ദുആ ചെയ്യണമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. റമദാനിലെ മൂന്നാമത്തെ രാത്രിയും പകലും ചെയ്യേണ്ട, പറയേണ്ട, അധികരിപ്പിക്കേണ്ട ദുആ ഏതാണ് എന്നതാണ് അതിൻ്റെ അർത്ഥസഹിതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. റമദാനിലെ മൂന്നാം രാവും പകലും ചെയ്യേണ്ട ദുആ മഹാന്മാർ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: യാ ഇലാഹ ഇബ്രാഹീമ വ ഇലാഹ ഇസ്ഹാഖ് ويعقوب والأسباط رب الملائكة والروح السميع العليم الحكيم الكريم العلي العظيم لك صمت على رزقك أفطرت وإلى كنفك أويت وإليك أنبت وإليك المصير وأنت الرؤوف الرحيم قوّني على الصلاة والصيام ولا تخزني يوم القيامة إنك لا تخلف الميعاد. ഈ ദുആ ആണ് റമദാനിലെ മൂന്നാമത്തെ രാത്രിയും പകലും അധികരിപ്പിക്കേണ്ടതെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ അർത്ഥവത്തായ ദുആ ആണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇസ്ഹാഖ് നബിയുടെയും യാക്കൂബ് നബിയുടെയും അവരുടെ സന്താന പരമ്പരയിൽ വരുന്ന എല്ലാ നബിമാരുടെ ഇലാഹായ അല്ലാഹുവേ, മലായികത്തിൻ്റെയും ആത്മാക്കളുടെയും റബ്ബായ, അവകളെ പരിപാലിക്കുന്ന അല്ലാഹുവേ, കൂടുതൽ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നവനായ, അറിവുള്ളവനായ, തന്ത്രശാലിയായ, മാന്യനായ, ഉയർന്നതായ, ഔന്നിത്യമുള്ള റബ്ബേ, നീ പറഞ്ഞതനുസരിച്ച് ലക്കസുംതു, നിനക്ക് വേണ്ടി നാം നോമ്പ് നോറ്റു, അല റിസുക്കിക അഫ്തർത്തു, നീ തന്ന മഹത്വമേറിയ റിസുക്ക് കൊണ്ടാണ് നാം നോമ്പ് തുറന്നത്. ഞങ്ങൾക്ക് ആശ്രയം തന്ന റബ്ബ് നീയാണ്, നിന്നിലേക്കാണ് നാം അവസാനമായി മടങ്ങി വരുന്നത്. റബ്ബേ, അൻത റഊഫ്, നീ കൃപ ചെയ്യുന്നവനാണ്. അർറഹീം, നീ കാരുണ്യം നൽകുന്നവനാണ്. ഇത്രയും മഹത്വവും ഔന്നിത്യമുള്ള നിന്നോട് ചോദിക്കുന്നു, ഖവ്വിനി അല സ്വലാത്തി വസിയാമി, നിനക്ക് നിസ്കരിക്കാൻ വേണ്ടിയും നിനക്ക് നോമ്പനുഷ്ഠിക്കാനുള്ള അവസരവും അതിനുള്ള താക്കത്തും അതിനുള്ള കഴിവും ശക്തിയും റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ. അല്ലാഹ്, നാളെ ഖിയാമത്ത് ദിവസത്തേക്ക് എത്തുമ്പോൾ വലാ തുഖ്സിനി, ഞങ്ങളെ നീ പരാജിതരിൽപ്പെടുത്തല്ല റബ്ബേ. ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്, കരാറുകൾ, ഉടമ്പടികൾ ലംഘിക്കാത്ത റബ്ബ് നീയാണെന്ന് വളരെ നല്ല രൂപത്തിലുള്ള അർത്ഥം പുഷ്പിക്കുന്ന ഈ ദുആ റമദാനിൻ്റെ മൂന്നാമത്തെ രാത്രിയിലും പകലിലും ദുആ ചെയ്യാൻ വേണ്ടി നാം ഒക്കെയും ശ്രമിക്കുക. അർഹമർ റഹീമായ അല്ലാഹു, ഈ റമദാൻ കൊണ്ട് വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ ഗുണകരമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ റബ്ബേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. അല്ലാഹ്, നാമുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, റബ്ബേ നമ്മുടെ ഈ ക്ലാസ് കേട്ട് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഖാദിമീങ്ങളായി വർക്ക് ചെയ്യുന്നവർ ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ അല്ലാഹു, എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ. അല്ലാഹ്, ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.